ഒരു മില്ലറ്റ് സൂപ്പ് കുടിച്ചത് 6 മണിയാകുമ്പം ഛർദ്ദിക്കാൻ വന്ന് തലകറങ്ങി എന്തെല്ലോ ആയി. ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമായി. അവൾ പറഞ്ഞു ഇന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യണ്ട. അന്ന് 800 കിലോമീറ്റർ കഴിഞ്ഞ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ടെങ്കിൽ അവിടെ നിന്നു. എന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഓക്സിജൻ്റെ ബാഗ് വന്നു. അവിടെ ഓക്സിജന് നാട്ടിൽ 2000-3000 കൊടുക്കണം. അതെല്ലാം വളരെ കുറവാണ്, ഫെസിലിറ്റീസ് വളരെ കുറവാണ്. അന്ന് രാത്രി അത് മൂക്കിൽ വെച്ചേ ഓർമ്മയുള്ളൂ. രാവിലെ 7 മണിക്ക് ഞാൻ കണ്ണു തുറക്കുന്നത്. ആ ഓക്സിജൻ കയറിയപ്പോഴാണ് എനിക്ക് എണീച്ച് നിൽക്കേണ്ട ഒരു ആരോഗ്യം കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ അവിടെ ശരിക്കും നമ്മൾ മരിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നെ അവൾ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങളെ ഓക്സിജൻ വളരെ ലെവല് താണു പോയിട്ടുണ്ട്. അങ്ങനെ അന്ന് വീണ്ടും പിന്നെ യാത്ര തുടങ്ങി. പക്ഷെ എനിക്ക് എന്ത് സംഭവിച്ചാലും പുറത്ത് കാണിക്കൂല. കാരണം ഞാൻ അടുത്ത എന്താ അതാണ് ഈ ഒരു ക്യൂരിയോസിറ്റി പരാന്ത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാം പോയില്ല. ശരിക്കും നട്ട് പരാൻ തന്നെയാണ്, അല്ലാണ്ട് ആരൊന്നും ഇതിനൊന്നും പോകുന്നില്ല. വട്ടുണ്ടാ ഒരു ദിവസം പോവാ ഓക്കെയാ, ഒരാഴ്ച ഓക്കെയാ. ഏതോ രാജ്യത്ത് ഒരു വണ്ടിയും കൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ചെക്കിങ് ആണെങ്കിൽ ഞാൻ പോകുന്നിടത്ത് എനിക്ക് ഫ്ലൈറ്റ് ചെയ്ത് നാട്ടിലെത്താം. പക്ഷേ ഈ സാധനം നാട്ടിലെത്തിക്കാണ്ട് എനിക്ക് ഇവിടെ നിന്ന് നിർത്തി വരാൻ പറ്റൂല. നമ്മൾ മാത്രം നോക്കിയാൽ പോരല്ലോ, വണ്ടി നാട്ടിലെത്തിക്കണ്ടേ. അങ്ങനെ ഡെയിലി 800 വെച്ച് ഓടി പിന്നെ ലാസ്റ്റ് ദിവസം 5000 മീറ്ററിൻ്റെ മുകളിലെത്തി. അത് ലോകത്തിലെ ഏറ്റവും ഹൈ പിന്നെ പാസ്സാണ് ഈ പറയുന്നത്. നമ്മൾ ഉമലിംഗ്ല പാസ് മോട്ടറബിൾ പാസ്സാണ്. അതേസമയം ടിബറ്റിൻ്റെ ഏറ്റവും ഹൈ പാസ്സാണ് ഈ പറയുന്നത് 5000 മീറ്ററിലുള്ളൊരു പാസ്. അവിടെ എത്തിയപ്പം ഒരു 5 മിനിറ്റേ പുറത്ത് നിന്നിട്ടുള്ളൂ. ബോഡി തളരാൻ തുടങ്ങി. നമുക്കാവൂല, നമ്മൾ ഈ കടൽക്കരയിൽ ഓടിക്കളിക്കുന്നത്, നമ്മൾ ഈ തണുപ്പ് സ്ഥലത്ത് പോയിട്ട് നമ്മളെ ബോഡി തീരെ താങ്ങൂല. ഭയങ്കര പ്രശ്നമാണ്.